വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരുമ്പാവൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ബുധനാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം യാത്രി നിവാസിൽ സമാപിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് നിയന്ത്രിക്കുക, പെരുമ്പാവൂർ ടൗണിലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, താറുമാറായ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പെരുമ്പാവൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU, INTUC, AITUC, BMS എന്നീ 4 തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം യാത്രി നിവാസിൽ സമാപിച്ചു. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കാവുങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വരെ 22 ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളായി ഏതാണ്ട് 900ഓളം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നു. എന്നാൽ ഈ മേഖലയെല്ലാം പൊളിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത ഓട്ടോറിക്ഷകൾ ഇന്ന് പെരുമ്പാവൂരിൽ ഇതര പ്രദേശത്തിൽ നിന്നും സർവീസ് നടത്തുകയാണ്. ഇന്ന് ഈ സമ്മേളനം നടക്കുന്ന നമ്മളുടെ ഈ യാത്രികവാസിന് മുന്നിൽ ഒരു ബസ് നിർത്തിയാൽ ആ ബസിന്റെ പുറകെ 10 കണക്കിന് ഓട്ടോറിക്ഷകളാണ് ആ ബസിന്റെ ഡോറിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്നാൽ ക്രമാതീതമായ നമ്പർ സംവിധാനമുള്ള സ്റ്റാൻഡുകൾ ഈ പരിസരത്തൊക്കെ ഉള്ളപ്പോഴും അനധികൃതമായി സർവീസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ അവരെ ഒന്നും നിയമ നടപടികൾക്ക് വിധേയമാക്കുവാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. സംയുക്ത ട്രേഡ് യൂണിയൻ സെക്രട്ടറി PM സലീം അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ലാഭം കൊയ്യുന്നത് പെട്രോളിയം കമ്പനി പൊതുമേഖലാ സ്ഥാപനം മാത്രമല്ല, ഈ അദാനിയുടെയും അംബാനിയുടെയും നയാരെയും ഉൾപ്പെടെയുള്ള ഈ വലിയ പെട്രോളിയം കമ്പനി ഇതിന്റെയൊക്കെ മുഴുവൻ ലാഭം കൊയ്തുകൊണ്ടുള്ള സമരം. ഗവൺമെന്റ് പെട്രോളിനും ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ കാശ് ക്രൂഡ് ഓയില് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ക്രൂഡ് ഓയിലിന് വില താഴ്ന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് $89.5 ഒരു കാലഘട്ടത്തിലുള്ള വില. ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്രോളിനും ഡീസലിന് വില കൂടുതൽ മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ള വില നമ്മൾ 2-3 പ്രാവശ്യം 4 പ്രാവശ്യം അടുപ്പിച്ച് വില കൂട്ടിയില്ലേ? ആ സമയത്തുണ്ടായ അതേ വിലയിലാണ് ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില. എന്തുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെ വില കുറയ്ക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഗവൺമെന്റ് തയ്യാറാക്കിയിട്ട് ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടാൻ കൂടിയും കുറയ്ക്കുന്നതിന് കുറയ്ക്കുകയും ചെയ്യും. BMS മേഖലാ സെക്രട്ടറി SG ബാബുകുമാർ, INTUC റീജിയണൽ പ്രസിഡന്റ് VE റഹീം, നേതാക്കളായ സിദ്ദിഖ് പുളിയാമ്പിള്ളി, സുലൈമാൻ പോഞ്ഞാശ്ശേരി, മഹേഷ് PG, CV ജിന്ന, TV രാംദാസ്, MP ജോർജ്, PP അവറാച്ചൻ, MP ബഷീർ, MK ശിവരാജൻ, ലതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അവരുടെയൊക്കെ സഹായത്തോടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും തൊഴിലാളികളും ഈ പട്ടണത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാം സഹായത്തോടെ മാത്രമാണ് ഏതൊരു ക്യാമ്പയിനും വിജയിപ്പിക്കാൻ പറ്റും. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോലീസ് അതും അറിയാറിയോ, നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് പ്രശ്നം സംഭവിച്ചാൽ അതെല്ലാം ക്യാമറയിൽ വന്നു വൈകുന്നേരമാകുമ്പോൾ 300-400 രൂപയ്ക്കാണ് ഓടുന്നത്. പെരുമ്പാവൂർ പട്ടണത്തിലെ വലിയ ട്രാഫിക് നോക്കുന്നതുകൊണ്ട് ഒരു 30 രൂപയുടെ ഓട്ടം കിട്ടിയാൽ അവർക്ക് 40 രൂപയുടെ ഡീസൽ ചെലവാക്കിയിട്ടുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും അവരെ ഉപദ്രവിക്കുന്ന നിലപാട് ദയവായി നിർത്തി മര്യാദക്കാരായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിരവധിയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാർക്ക് ഒരു സുരക്ഷിതത്വം അത് പകർന്നു തരാൻ ഇവിടുത്തെ പോലീസ് സംവിധാനവും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം സഹകരിക്കണം. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.